ഹായ് ഓൾ SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSC സോഷ്യൽ സയൻസിൻ്റെ ജനറൽ പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 2023 നടന്ന ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് HSCയിലെ ജനറൽ പാർട്ട് 20 മാർക്കിന് ജനറൽ പാർട്ട് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. HSCക്ക് പഠിക്കുന്ന സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുന്നേ HSCൻ്റെ ഒരു വീഡിയോ, ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ, ഇതിൽ വരുന്ന ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, HSCയുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: among the following statements about സ്വാമി വിവേകാനന്ദ, choose the correct answer. സ്വാമി വിവേകാനന്ദയെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ആൻസർ ഏതാണ്? സ്വാമി വിവേകാനന്ദ വാസ് ഒറിജിനലി നോൺ ആസ് നരേന്ദ്രനാഥ് ദത്ത. He attended the World Parliament of Religions at Chicago in 1893. He started publishing 2 papers, the monthly Prabhuddha Bharata in Bengali and the fortnightly Udbodhana in English. He expired in 1902 due to ill health. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദ വാസ് ഒറിജിനലി നോൺ ആസ് നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ആൻസറാണ്. നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം. ഹി അറ്റൻഡഡ് ദ വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ അറ്റ് ചിക്കാഗോ ഇൻ 1893. 1893 ചിക്കാഗോ കോൺഫറൻസ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ് കോൺഫറൻസ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചിക്കാഗോയിൽ. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പബ്ലിഷിങ്, പ്രധാനപ്പെട്ട 2 പേപ്പേഴ്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മന്ത്ലി ആയിട്ടുള്ള പ്രബുദ്ധ ഭാരത, ബംഗാളി ഭാഷയിലെ പ്രബുദ്ധ ഭാരതയും അതുപോലെ ഉദ്ബോധന, ഇംഗ്ലീഷിൽ ഉദ്ബോധന എന്ന് പറയുന്ന പേപ്പറും അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ആ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹി എക്സ്പയർഡ് ഇൻ 1902 എന്ന് പറയുന്നത് ശരിയാണ്. 1902 അദ്ദേഹം എക്സ്പയർ ആയത്, അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ ഡ്യൂ ടു ഇൽ ഹെൽത്ത് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. വർഷം കറക്റ്റാണ്, 1902 ജൂൺ 4 അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ ഡ്യൂ ടു ഇൽ ഹെൽത്ത് എന്നുള്ളത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് ഒരു സമാധി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് അത് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ഇൽ ഹെൽത്ത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ബാക്കി ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷൻസും ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്: ഫ്രം among the following statements choose the correct code. പ്രാർത്ഥന സമാജ് വാസ് ഫൗണ്ടഡ് ഇൻ 1867 അറ്റ് 1867 ബോംബെയിലാണ് പ്രാർത്ഥന സമാജ് സ്ഥാപിച്ചത് എന്ന് പറയുന്നുണ്ട്. സാധാരൺ ബ്രഹ്മ സമാജ് വാസ് ഫൗണ്ടഡ് ഇൻ 1878 അറ്റ് കൽക്കട്ട. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് വാസ് ഫൗണ്ടഡ് ഇൻ 1887 അറ്റ് ബോംബെ. ആൻഡ് സോഷ്യൽ സർവീസ് ലീഗ് വാസ് ഫൗണ്ടഡ് ഇൻ 1910 അറ്റ് അലഹബാദ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രാർത്ഥന സമാജ് ഫൗണ്ട് ചെയ്തത് എന്നാണ്? 1867 ബോംബെയിലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആരാണ് പ്രാർത്ഥന സമാജ് ഫൗണ്ട് ചെയ്തത്? നമുക്കറിയാം, ആത്മാറാം പാണ്ഡുരംഗാണ് ഈ ഒരു പ്രാർത്ഥന സമാജ്. പ്രാർത്ഥന സമാജ് ഇറ്റ്സ് എ സോഷ്യോ റിലീജിയസ് മൂവ്മെൻ്റ് ആണ്, റിഫോം മൂവ്മെൻ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്തത് 1867 ബോംബെയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആത്മാറാം പാണ്ഡുരംഗാണ് ഈ ഒരു സോഷ്യോ റിലീജിയസ് ഇതായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. നെക്സ്റ്റ്: സാധാരൺ ബ്രഹ്മസമാജ്. ആരാണ് സാധാരൺ ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത്? 1878 അറ്റ് കൽക്കട്ട എന്ന സ്റ്റേറ്റ്മെൻറ്റും ശരി. ഈ ഒരു സാധാരൺ ബ്രഹ്മസമാജ് നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജിൻ്റെ ഒരു ഫ്രാക്ഷനായിട്ട്
രൂപം കൊണ്ടിട്ടുള്ളതാണ് 19th സെഞ്ച്വറിയിൽ. ഈ ബ്രഹ്മസമാജ് രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജിൽ നിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അതിൽ നിന്നും രൂപം കൊണ്ട മറ്റൊരു, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്പ്ലിറ്റായി വന്നിട്ടുള്ളൊരു വിഭാഗമാണ് 1878 കൊൽക്കത്തയിൽ വെച്ച് എന്ത് ഫോം ചെയ്യുന്നത്, സാധാരണ ബ്രഹ്മസമാജ്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ദേബേന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സാധാരണ ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. വർഷം കറക്റ്റാണ്, സ്ഥലവും പ്ലേസും കറക്റ്റാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് വാസ് ഫൗണ്ടഡ് ഇൻ 1887 അറ്റ് ബോംബെ എന്നുള്ളതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഇവിടെ തെറ്റായി അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയും ബി തന്നെയാണ്. 1, 2, 3 എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4, സോഷ്യൽ സർവീസ് ലീഗ് വാസ് ഫൗണ്ടഡ് ഇൻ 1910 അറ്റ് അലഹബാദ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ സോഷ്യൽ സർവീസ് ലീഗ് വാസ് ഫൗണ്ടഡ് ഇൻ 1910 അല്ല, 1911 ഈ ഒരു സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിക്കുന്നത്. NM ജോഷിയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1911 NM ജോഷിയാണ് ഈ ഒരു സോഷ്യൽ സർവീസ് ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. 1911 സോഷ്യൽ സർവീസ് ലീഗിൻ്റെ ഇയർ ആയിട്ട് പറയുന്നത്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, അത് ക്യാൻസൽഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം, ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഫോളോയിങ് ആൻഡ് ഫൈൻഡ് ദ റൈറ്റ് ഓപ്ഷൻ. മഹാത്മാഗാന്ധിസ് കോൾ ഓഫ് ഡു ഓർ ഡൈ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട്, സിവിൽ ഡിസൊബീഡിയൻസുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. നരേൻ ഭട്ടാചാര്യ വാസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സാണ് നരേൻ ഭട്ടാചാര്യ. വിനോബ ഭാവെ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഓഫർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഇൻ 1940. 1940 വ്യക്തി സത്യാഗ്രഹയിൽ ആദ്യം വ്യക്തി സത്യാഗ്രഹം ഓഫർ ചെയ്തത് വിനോബ ഭാവെയാണ്. ലാല ലജ്പത് റായ് വാസ് ഇഞ്ചേർഡ് ഫാറ്റലി വൈൽ ഡെമോൺസ്ട്രേറ്റിംഗ് അഗെയിൻസ്റ്റ് ദ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെതിരെയുള്ള ഡെമോൺസ്ട്രേഷനിലാണ് ലാല ലജ്പത് റായ്ക്ക് ഇഞ്ചേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. മഹാത്മാഗാന്ധീസ് കോൾ ഓഫ് ഡു ഓർ ഡൈ ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ്. അല്ല, മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് സിവിൽ ഡിസൊബീഡിയൻസ് അല്ല, മറിച്ച് ഏതാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 1 എന്ന ഓപ്ഷൻ വരുന്ന എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ എന്തായി, എ എന്നുള്ളത് ആൻസറായിട്ട് കിട്ടും. ബാക്കി 3 ഓപ്ഷൻസിലും 1 എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2, 3, 4 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നരേൻ ഭട്ടാചാര്യ വാസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിനോബ ഭാവെയാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം 1940 ഫസ്റ്റ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഓഫർ ചെയ്തത് വിനോബ ഭാവെ തന്നെയാണ്. ലാലാ ലജ്പത് റായ്ക്ക് പരിക്ക് പറ്റുന്നത് സൈമൺ കമ്മീഷനെതിരെയുള്ള ഡെമോൺസ്ട്രേഷനിലാണ്. ഓക്കെ, ലാലാ ലജ്പത് റായ്ക്ക് ഇഞ്ചേർഡ് സംഭവിക്കുന്നത് സൈമൺ കമ്മീഷനെതിരെയുള്ള ഈ ഒരു ഡെമോൺസ്ട്രേഷനിലാണ്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് എ ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ, കൂടാതെ അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് കൂടെ പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റാങ്കിലെത്താൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി. INA ആക്ടിവിറ്റീസുമായിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്യൂ ടു ഫണ്ടമെൻ്റൽ ഡിഫറൻസസ് വിത്ത് ഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് ലെഫ്റ്റ് ദി കോൺഗ്രസ് ആൻഡ് ഫോംഡ് എ ന്യൂ പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിടുകയും പിന്നീട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് വാസ് ഫോർമലി ഫോംഡ് അറ്റ് ടോക്കിയോ ആൻഡ് ദി ട്രൈ കളർ ഫ്ലാഗ് വാസ് റേസ്ഡ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഫോർമലി ഫോം ചെയ്തത് എവിടെയാണ്? ടോക്കിയോയിലാണ്. ആൻഡ് 3 കളേർഡ് ഫ്ലാഗ് റൈസ് ചെയ്യുകയും ചെയ്തു. ദ കോൺഫറൻസ് ഹെൽഡ് അറ്റ് ബാങ്കോക്ക് ഫോർമലി സജസ്റ്റഡ് ദ ഫോർമേഷൻ ഓഫ് INA ആൻഡ് അപ്പോയിൻറ്റഡ് മോഹൻ സിംഗ് ആസ് ഇറ്റ്സ് കമാൻഡർ ഇൻ ചീഫ്. ബാങ്കോക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫറൻസിലാണ് ഈ ഫോർമലി ദ ഫോർമേഷൻ ഓഫ് INAയുടെ ഫോർമേഷൻ സജസ്റ്റ് ചെയ്യുന്നതും മോഹൻ സിംഗിനെ അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആക്കുന്നതും. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യ അറ്റ് സിംഗപ്പൂർ. സിംഗപ്പൂരിൽ ഫ്രീ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ് സുഭാഷ് ചന്ദ്രബോസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡ്യൂ ടു ഫണ്ടമെൻ്റൽ ഡിഫറൻസസ് വിത്ത് ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിടുന്നതും ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്യുന്നതും. നെക്സ്റ്റ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് വാസ് ഫോർമലി ഫോംഡ് ഇൻ ടോക്കിയോ ആൻഡ് ദി ട്രൈ കളർ ഫ്ലാഗ് വാസ് റൈസ്ഡ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് വാസ് ഫോർമലി ഫോംഡ് അറ്റ് ടോക്കിയോ ആൻഡ് ദി ട്രൈ കളർ ഫ്ലാഗ് വാസ് റൈസ്ഡ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഫോർമലി ഫോം ചെയ്തത് ടോക്കിയോയിൽ തന്നെയാണ്, പക്ഷേ ട്രൈ കളർ ഫ്ലാഗ് റൈസ് ചെയ്തു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഫ്ലാഗ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ട്രൈ കളർ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ട്രൈ കളർ ഫ്ലാഗ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ ഫ്ലാഗ് റൈസ് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടെ തെറ്റായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ കോൺഫറൻസ് ഹെൽഡ് അറ്റ് ബാങ്കോക്ക് ഫോർമലി സജസ്റ്റഡ് ദ ഫോർമേഷൻ ഓഫ് INA ആൻഡ് അപ്പോയിൻറ്റഡ് മോഹൻ സിംഗ് ആസ് ഇറ്റ്സ് കമാൻഡർ ഇൻ ചീഫ്. ബാങ്കോക്കിൽ നടന്നിട്ടുള്ള കോൺഫറൻസിൽ തന്നെയാണ് INAയുടെ ഫോർമേഷൻ നടക്കുന്നത്. അതിൻ്റെ കമാൻഡർ മോഹൻ സിംഗ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊവിഷണൽ ഗവൺമെൻറ്, സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് അദ്ദേഹം ഫോം ചെയ്യുന്നുണ്ട് സിംഗപ്പൂരിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് ആൻഡ് ഫൈൻഡ് വിച്ച് ഓഫ് ദം വർ അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ്. ഹോം റൂൾ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടവർ: മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക്, മുഹമ്മദ് അലി ജിന്ന, ആനി ബസന്റ്. ആരൊക്കെയാണ് ഹോം റൂൾ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടവർ? ഇവിടെ മഹാത്മാഗാന്ധി നമുക്കറിയാം ഹോം റൂൾ മൂവ്മെൻറ്റുമായി ബന്ധമില്ലാത്ത ആളാണ്. ബാലഗംഗാധര തിലകും ആനി ബസന്റും ഹോം റൂളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അതേസമയം മുഹമ്മദ് അലി ജിന്നയും ഹോം റൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മഹാത്മാഗാന്ധി ഇല്ല, ബാക്കി 3 പേരും ഹോം റൂൾ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം മുഹമ്മദ് അലി ജിന്ന നമുക്ക് അത്ര തന്നെ ഹോം റൂൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിലും പക്ഷേ അദ്ദേഹവും ഈ ഹോം റൂൾ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇന്ത്യയിലൊരു പ്രോമിനൻറ്റ് ലീഡറായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ ഡിമാൻഡ് വെച്ചിട്ടുള്ള ഈ മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടെ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഒരു ഹോം റൂൾ മൂവ്മെൻറ്റ് നടക്കുന്നത് 1916 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട 2 ലീഡേഴ്സ് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആണ്. ഒരു ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ്സ് ഗിവൺ ബിലോ. നാഗ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ്, ലോഞ്ചിങ് ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, റിയൂണിയൻ ഓഫ് കോൺഗ്രസ് ആൻഡ് ചമ്പാരൻ സത്യാഗ്രഹ. ഇതിലേതാണ് ആദ്യം വരുന്നത്? റിയൂണിയൻ ഓഫ് കോൺഗ്രസ്, then Champaran Satyagraha and launching of Khilafat movement and at last Nagpur session of Congress. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നടക്കുന്നത് റിയൂണിയൻ ഓഫ് കോൺഗ്രസ് ആൻഡ് ചമ്പാരൻ സത്യാഗ്രഹ 1917 ആൻഡ് ലോഞ്ചിങ് ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് 1920 ആൻഡ് നാഗ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. വീണ്ടും ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.